ഈ ലേബർ പാർട്ടിക്ക് തങ്ങളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പലതും പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അപ്പോൾ അവിടെ അടുത്തൊരു രക്ഷകൻ എന്ന രീതിയിൽ റീഫോം UK പാർട്ടി ഉയർന്നു വരികയാണ്. നൈജൽ ഫറാജിൻ്റെ നേതൃത്വത്തിലുള്ള റീഫോം പാർട്ടി ശക്തമായിട്ടുള്ള ഒരു തീവ്ര വലതുപക്ഷ പാർട്ടിയാണ്. തീവ്രമായിട്ട് നിലപാടുകളൊരു പാർട്ടിയാണ്. ബ്രിട്ടൻ ഉയർന്നു വരണം എന്നുള്ളതാണ് അവരുടെ നയം എന്ന് പറയുന്നത്. ബ്രിട്ടൻ തദ്ദേശീയവൽക്കരണം, അതായത് ബ്രിട്ടനിലെ ആൾക്കാർക്ക് മാത്രമാണ് ബ്രിട്ടൻ എന്ന് ചിന്തിക്കുന്ന ഒരു പാർട്ടിയാണ് റീഫോം പാർട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അക്ഷരാർത്ഥത്തിൽ UK ഈ 2025 മെയ് 1 നടന്ന ഇലക്ഷന് തൂത്തുവാരുകയാണ് റീഫോം പാർട്ടി ചെയ്തത്. കഴിഞ്ഞ ഇലക്ഷനിൽ 1% മാത്രം വോട്ട് വീതം ഉണ്ടായിരുന്ന പാർട്ടി 30% വോട്ട് വീതത്തിലോട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ ആശയങ്ങളും അതല്ലെങ്കിൽ മറ്റു എതിർ പാർട്ടികളെക്കാൾ ഈ പാർട്ടി എത്രത്തോളം വളർന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ. അപ്പോൾ നൈജൽ ഫറാജിൻ്റെ നേതൃത്വത്തിൽ ഇവ പല പത്രപ്രവർത്തകർ നൈജൽ ഫറാജയെ ഭാവി പ്രധാനമന്ത്രി എന്നടക്കം ഉപമിക്കുകയുണ്ടായി. അപ്പോൾ കെയർ സ്റ്റാർമർക്ക് ശക്തമായിട്ടുള്ള എതിരാളിയായിട്ട് ഉയർന്നു വരികയാണ് ഫാരജി എന്ന് പറയുന്നത്. പല രാഷ്ട്രീയ പ്രമുഖരും പറയുന്നത് ഈ നിലവിൽ ഒരു പാർലമെൻറ്റ് ഇലക്ഷൻ വയ്ക്കുകയാണെങ്കിൽ റീഫോം പാർട്ടി തന്നെ ജയിക്കും എന്നുള്ളതാണ്.